യൂസ് ചെയ്യുന്നത്. ഈ കളേഴ്സ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡയമണ്ടിന്റെ കളേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി തൊട്ടിട്ടാണ്. ഡി ആണ് ഏറ്റവും ഹൈ കളർ, നല്ല കളർ വരുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പം നമുക്കൊരു ഒറ്റ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഒരു കളർ പറയാൻ പറ്റുള്ളൂ, ഏത് കളറാണ്. ഇപ്പൊ നമ്മൾ ഇപ്പം 2-3 സ്റ്റോണൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു കമ്മലൊക്കെ ആവുമ്പോൾ നമ്മൾ പറയുന്നത് EF കളർ അങ്ങനെയൊക്കെയാണ്. EF, GH അങ്ങനെയൊക്കെ കളേഴ്സ് പറയാം. അപ്പൊ ഞങ്ങളിപ്പം ചെയ്യുന്നത് EF കളറിലുള്ള ഡയമണ്ട്സ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചോദിക്കണം അല്ലേ? ശരിക്കും അത് ചോദിക്കണം, അതിന്റെ എന്ത് ക്വാളിറ്റി ആണെന്നുള്ളതും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അല്ല, അപ്പൊ ഏത് വരെയാണ് ഈ പറയുന്ന EF, GH എന്നൊക്കെ പറഞ്ഞല്ലോ, ഏത് വരെയാണ് നല്ല കളേഴ്സ് നിൽക്കുന്നത്? D തൊട്ടിട്ട് ഒരു GH ആ റേഞ്ച് അതുവരെയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത കളേഴ്സ് ആണ്. പിന്നെ അത് കുറച്ച് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും അതില് ഒരു യെല്ലോ ടിന്റ് വരും. അപ്പൊ അതിന്റെ ആ ഒരു ലസ്റ്റർ ഉണ്ടാവില്ല, ആ ഒരു ഷൈനിങ് കുറയും, ആ വൈറ്റ്നെസ് ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് വൈറ്റ്നെസ് ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള ഡയമണ്ട്സ്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കളർ ശ്രദ്ധിക്കണം, മറ്റെന്തൊക്കെയാണ്? IF, VVS 1 അങ്ങനെ ക്ലാരിറ്റി ഇതുണ്ട്. അപ്പൊ അത് ഏത് ക്ലാരിറ്റി ആണെന്ന് ചോദിക്കണം. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഫ്ലോലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഫ്ലോലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇൻക്ലൂഷൻസും ഡയമണ്ടിന്റെ അകത്ത് ഉണ്ടാവില്ല. പിന്നെ IF ക്വാളിറ്റി, ഇന്റേർണലി ഫ്ലോലെസ് എന്നാണ് അതിന് പറയാ. പിന്നെ VVS 1, VVS 2 അങ്ങനെ താഴത്തോട്ട് പോകും അതിന്റെ. ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് IF-ഉം VVS 1 ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മാർക്കറ്റിലുള്ളത്. അതെ. ഓക്കെ, പിന്നെ ഇപ്പൊ കട്ടൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടതുണ്ട്? ഇപ്പൊ കട്ടിംഗ് ഒക്കെ പറയാറില്ലേ? കട്ടിംഗ് നമുക്കത് അതിന്റെ വൈറ്റ്നെസ് കൊണ്ട് തന്നെ അറിയാൻ പറ്റും. കട്ടിംഗ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ അതിന്റെ ആ ഒരു ഷൈൻ വരുള്ളൂ. ഡയമണ്ട് ജ്വല്ലറി വാങ്ങിയാൽ മാത്രം പോരാതെ എങ്ങനെ സൂക്ഷിക്കണം എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഡയമണ്ട് ജ്വല്ലറി സൂക്ഷിക്കേണ്ടത്? ഒരു ഡയമണ്ടുമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന വിധത്തിൽ വെക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ അത് ഇപ്പൊ നമ്മള് ഒരു പൗച്ചിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കമ്മലാണെങ്കിലും ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കവറിൽ പൊതിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കണം. സ്ക്രാച്ചസ് വീഴാൻ എളുപ്പമാണ്. വൃത്തിയാക്കാനാണെങ്കിൽ എങ്ങനെ വൃത്തിയാക്കാൻ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഷാമ്പൂ ഇട്ടിട്ട് ബ്രഷ് ചെയ്ത് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ചില ക്ലയൻസ് ഒക്കെ ഇവിടെ കസ്റ്റമേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് തരും. ഞങ്ങളപ്പം ഇവിടെ മെഷീനിലിട്ട് വാഷ് ചെയ്തൊക്കെ കൊടുക്കും. നമ്മൾ ഒരു ഗ്ലാസ്സിൽ തൊടുന്ന പോലെയാണ്, നമ്മൾ സ്പെക്സിലൊക്കെ തൊടുന്ന പോലെ തന്നെയാണ് ഡയമണ്ടിൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതൽ വിരൽ വെച്ച് തൊടുമ്പോഴത്തേക്കും അതിനകത്തൊരു മങ്ങല് തോന്നും, മങ്ങല് വരും. അപ്പൊ അത് കാരണം അത് നമ്മളെപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം, എന്നാലേ അതിന്റെ ആ ഷൈൻ പുറത്തോട്ട് വരുള്ളൂ. അപ്പൊ എന്തായാലും പ്രീതി, ഇനിയിപ്പോ ചെയ്യണം എന്നുള്ള എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും പുറകിലാണോ? ഇപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇപ്പൊ ഞങ്ങളിപ്പം ഇവിടെ കുറച്ച് ജുംകാസ് ഇപ്പം പാറ്റേൺ നോക്കി നമ്മൾ തന്നെ കുറച്ച് ചെയ്യുന്നുണ്ട്. ജുംകാസ് ആണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത്. എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഡയമണ്ടിനെ കുറിച്ചാണല്ലേ? അപ്പോ ഹസ്ബൻഡിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാം. ഹസ്ബൻഡ് ബിസിനസ്സിൽ തന്നെയാണ്, ഡയമണ്ടിന്റെ തന്നെ ബിസിനസ്സിൽ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. കുട്ടികള് മോള് +1 പഠിക്കുന്നു, മോൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
പിന്നെ മോൾക്കാണെങ്കിലും ഈ ഇതിനോടാണ് താല്പര്യം കൂടുതൽ, ഇത് ചെയ്യാനായിട്ട് ഡിസൈനിങ് ഒക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഓക്കെ പ്രീതി, അപ്പൊ എന്തായാലും ഡയമണ്ടിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഫാമിലിയെ പരിചയപ്പെട്ടു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഡയമണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഡയമണ്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഒക്കെ മനസ്സിലായല്ലോ.